ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കോഴിക്കോട് ബേപ്പൂർ ബീച്ചിലാണ്. ഇവിടെ ഇപ്പോൾ ഷിപ്പ് കാര്യങ്ങളൊന്നുമില്ല, ഒരു ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പോയിട്ട് കണ്ടു നോക്കാം. ലക്ഷദ്വീപിലേക്കുള്ള ഉരുവാണ്. പിന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ 2 ഷിപ്പും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള. ജസ്റ്റ് നമുക്കൊന്ന് എൻ്റർ ചെയ്തിട്ട് എന്തൊക്കെയുള്ളത് നോക്കാം. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ പുലിമുട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിംഗ് എല്ലാം കിട്ടും. ബോട്ടിങ്ങിൽ പോകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെയൊക്കെ ഭയങ്കര ചൂടായിരുന്നു. ഇതാണ് ഒരു ഇവിടുന്ന് ലക്ഷദ്വീപിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേ കാണാം. ജങ്കാർ വണ്ടി കയറ്റി കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ബോട്ടിങ്ങും ഉണ്ട്. ജങ്കാറിൽ പോവുകയാണെങ്കിൽ നമുക്ക് നേരെ അപ്പുറത്ത് ചാലിയത്തേക്ക് കാണാം. അവിടെ നിന്നുള്ള ജങ്കാർ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ജങ്കാറിന് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഉരു ഉണ്ടാക്കുന്നത് കാണാം. ഇവിടെ ഉരു മേക്കിംഗ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ബോട്ടിങ്ങിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും. ഭയങ്കര വെയിലാണ് കേട്ടോ, നമുക്ക് അധികം നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജങ്കാർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ജങ്കാറിലേക്ക് കയറാം. നമുക്കൊന്ന് ജസ്റ്റ് അപ്പുറം വരെ പോയി നോക്കാം. ഇതെല്ലാം ഡീസലെല്ലാം ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഡീസൽ മാത്രമല്ല, ഇവിടുന്ന് എല്ലാ ഐറ്റംസും പ്ലൈവുഡ് കാര്യങ്ങൾ കാണാം. എല്ലാം ഇവിടുന്ന് ഏറ്റവും സെറ്റ് എല്ലാ സാധനങ്ങളും ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഷിപ്പുകളൊന്നുമില്ല. ലക്ഷദ്വീപിലേക്ക് ഉരുവാണുള്ളത്. പിന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ 2 വെസലുമാണുള്ളത്. 1 ഡേ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ബേപ്പൂർ. ഇവിടെ നിന്നാണ് ജങ്കാർ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എത്തിയപ്പം ബോട്ട് റൈഡിനുള്ള ബോട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. 100 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. അരമണിക്കൂറായിരുന്നു നമ്മളുടെ ബോട്ട് റൈഡ്. കുറച്ചെത്തിയപ്പോൾ ഒരു തുരുത്തിൽ ഈ ഉരു ഉണ്ടാക്കുന്നത് കാണാം. ബോട്ട് റൈഡ് കഴിഞ്ഞ് നമ്മൾ പുലിമുട്ടിലേക്ക് നടക്കുക ചെയ്തത്. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് നല്ലൊരു സൺസെറ്റും കൂടെ കണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു.